Hi guys, once again welcome back to Jupo Des Nihal സാറാണ്. അപ്പോൾ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ന് ഡേറ്റ് നോട്ട് വെക്കുക, ഇന്ന് 5-ാം തീയതി അല്ല 4-ാം തീയതി മുതൽ 16-ാം തീയതി വരെയാണ് നിങ്ങളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാനുള്ള സമയം. ഇനി അടുത്ത ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ഗ്രേസ് മാർക്ക് കിട്ടും. ഇത്രയും കാലമുള്ള സംശയം എന്തായിരുന്നു? ഗ്രേസ് മാർക്ക് തരൂ ഇല്ലേ എന്നുള്ള സംശയം. അത് ഗ്രേസ് മാർക്ക് കിട്ടും, അതിൽ നിങ്ങൾക്ക് വേറെ കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇനി കിട്ടുമോ ഇല്ലേ ഏതൊക്കെ എങ്ങനത്തെ ആ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഗ്രേസ് മാർക്ക് എന്തായാലും തരും. ഇനി ഇതെങ്ങനെയാ തരിക? ഞങ്ങൾ ചെയ്യേണ്ട പരിപാടി, ആദ്യം ചെയ്യേണ്ട പരിപാടി, നിങ്ങളെ ഗ്രേസ് മാർക്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അതത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഏത് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ JRC ആണോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വാട്ടർ നിങ്ങൾ എന്തിൻ്റെ പുറകെയാണോ നിങ്ങളുടെ സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് JRC പിന്നെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പിന്നെ പരിപാടികളുണ്ടല്ലോ, അതിനൊക്കെ നിങ്ങൾക്കുള്ള ഒരു ടീച്ചർ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ സ്കൂളിൽ. അതത് ചാർജുള്ള ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ആ ടീച്ചേഴ്സിനെ നിങ്ങൾ ആദ്യം കാണും. എന്നാൽ ടീച്ചേഴ്സിന് പറയാം എനിക്ക് എൻ്റെ ഗ്രേസ് മാർക്ക് കൊടുക്കാണ്ട് എന്താ ടീച്ചറെ ചെയ്യേണ്ടത്. ഇതാണ് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം. അതായത് ഈ സ്കൂൾ ത്രൂ ആണ് നിങ്ങളുടെ ഗ്രേസ് മാർക്കിൻ്റെ പരിപാടി നടക്കുക. അല്ല നിങ്ങൾ ചുമ്മാ പുറത്തുള്ള വേറെ എവിടെ തിരിഞ്ഞ് പല കാര്യങ്ങൾ നോക്കി വെറുതെ നിങ്ങളുടെ സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. അത് ടീച്ചറിനെ വേഗം എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കൂളിലാണ് ഓൺലൈനായിട്ട് എന്ത് ചെയ്യുക, ഇത് പിന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും, വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ 16-ാം തീയതി മുന്നേ അതിൻ്റെ കോപ്പി കൊണ്ടുപോയി കൊടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞു തരും. നിങ്ങൾ സ്കൂളാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട്. അതുകൊണ്ട് കൂടുതൽ കൺഫ്യൂഷൻസ് വേണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ ഈ കാര്യം പറഞ്ഞത്, വെറുതെ നിങ്ങൾ ഓരോ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാതെ ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ സിമ്പിൾ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം, എന്തിനൊക്കെ ഏതൊക്കെ മാർക്ക്, ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് എത്രയൊക്കെ മാർക്ക് കിട്ടും, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യ കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, പിന്നെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഡേറ്റ് നോട്ട് ചെയ്തൊക്കെ എന്താണ്, 4-ാം തീയതി മുതലാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 4/4/2025 മുതൽ 16-ാം തീയതി വരെയുണ്ട്. 16-ാം തീയതി വരെയുണ്ടല്ലേ, എന്നാൽ പിന്നെ 15-ാം തീയതി ഈ പരിപാടി ആണെങ്കിൽ തരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് എന്ത് ചെയ്യുക, നാളെ മുതൽ തന്നെ, അതായത് നാളെ സൺഡേ ആണ്, പിന്നെ തിങ്കളാഴ്ച മുതലേ വേഗം സ്കൂളിലേക്ക് പോവുക, വേഗം പരിപാടികളൊക്കെ വേഗം എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര മാർക്ക് ഓരോ പരിപാടി കിട്ടും. നിങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ കേരള സ്കൂൾ കലോത്സവം ആയിക്കോട്ടെ, സ്കൂൾ ശാസ്ത്രോത്സവം, സംസ്ഥാന തലത്തിൽ നിങ്ങൾ പങ്കെടുത്ത നമ്മുടെ സ്കൂൾ ഗവൺമെൻറ് നടത്തിയ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പരിപാടികൾ കിട്ടുന്ന മാർക്ക്, A ഗ്രേഡിന് 20 മാർക്ക്, B ഗ്രേഡിന് 15 മാർക്ക്, C ഗ്രേഡിന് 10 മാർക്ക്. ഈ രീതിയിലായിരിക്കും സ്റ്റേറ്റ് തലത്തിൽ നമ്മൾ പങ്കെടുത്ത പരിപാടി കിട്ടുന്ന മാർക്ക്. ഓക്കെ, ഇനി രണ്ടാമത്, ഇനി JRC ജൂനിയർ റെഡ് ക്രോസ് JRC അല്ലെ, JRC ആണെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്കാണ് JRCക്ക് കിട്ടുക. റെഡി. പിന്നെ എന്താ, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റിന്റെ പ്രോജക്റ്റിന് 20 മാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ്, അതിന് പങ്കെടുത്താൽ ABC. അതായത് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അതിൽ ഉപരി നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമിന് പങ്കെടുത്ത് അതിൻ്റെ മാർക്ക് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേറെ ദേശീയ ബാലശാസ്ത്ര കോൺഫറൻസ് ദേശീയ തലത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ എത്ര മാർക്കാണ്? 25 മാർക്ക്. അതായത് ദേശീയ തലത്തിൽ നമ്മൾ നാഷണൽ ലെവലൊക്കെ നമ്മൾ എന്തെങ്കിലും പങ്കെടുക്കുന്ന മാർക്ക് എന്ത് ചെയ്യും, നന്നായി കൂടും കേട്ടോ. സ്റ്റേറ്റ് ലെവലിൻ്റെയും നാഷണൽ ലെവലിലും പങ്കെടുത്ത മാർക്കിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, രണ്ടാമത് ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂൾ പഠിക്കാൻ വളരെ സജീവമായിരുന്നു, പക്ഷേ ഇന്ന് വളരെ കുറച്ച് സ്കൂളിൽ മാത്രമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ സ്കൗട്ട് ആണെങ്കിൽ നിങ്ങൾ 80% ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തമാണെങ്കിൽ 18 മാർക്കാണ്. രാജ്യ പുരസ്കാർ ചീഫ് മിനിസ്റ്റർ അങ്ങനത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 20 മാർക്ക്. രാഷ്ട്രപതി അവാർഡ് വിജയികൾക്ക് എത്രയാണ്? 25 മാർക്ക് എന്ന രീതിയിലാണ് സ്കൗട്ടിന്റെ കാര്യം. ഇവിടെ ഇനി പിന്നെന്താണ്, NSSന്റെ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളാണെങ്കിൽ അത് വലിയ പരിപാടിയാണ്, നാഷണൽ ലെവലിൽ നടക്കുന്ന പരിപാടിയാണ്. 40 മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, ഇനി വോളണ്ടിയേഴ്സ് ആയിട്ടാണ് ദേശീയ തലത്തിൽ ക്യാമ്പുകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 25 മാർക്ക് കിട്ടും. പിന്നെ എന്താണ്, സർട്ടിഫിക്കറ്റ് ഉള്ള NSS വോളണ്ടിയേഴ്സ് അല്ലെ, എന്താണ് NSS സർട്ടിഫിക്കറ്റ് ഉള്ള പിന്നെ NSS വോളണ്ടിയേഴ്സിന് 20 മാർക്ക്. ലിറ്റിൽ കൈറ്റ്സ് 15 മാർക്ക്. നിങ്ങൾ പലരും ഉള്ള മെജോറിറ്റി ആളുകളുള്ള ഒരു സാധനം ലിറ്റിൽ കൈറ്റ്സ് 15 മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ ജവഹർലാൽ നെഹ്റു നാഷണൽ എക്സിബിഷൻ 25 മാർക്ക്. ബാലശ്രീ അവാർഡ് വിജയികൾക്ക് 15 മാർക്ക്. ഇനി സ്പോർട്സ്, ഏറ്റവും കൂടുതൽ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത് സ്പോർട്സ് അത്യാവശ്യം നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് അന്തർദേശീയം ഇന്റർനാഷണൽ ലെവലൊക്കെ ആണെങ്കിൽ എത്ര മാർക്കാണ്? 100 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരൊറ്റ സ്പോർട്സിൽ പങ്കെടുത്താൽ നിങ്ങൾ പരിപാടി രക്ഷപ്പെട്ടു അല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെന്താ, അന്തർദേശീയ മത്സരത്തിൽ 2ാം സ്ഥാനം നേരെ 90 മാർക്ക്, അന്തർദേശീയം 3ാം സ്ഥാനം 80 മാർക്ക്, അങ്ങനെയൊക്കെ അല്ലേ. ഇനി നാഷണൽ ലെവലാണ്, ദേശീയ തലത്തിലാണ്, ദേശീയ തലത്തിലെ മത്സരമാണെങ്കിൽ എന്താ, 1ാം സ്ഥാനക്കാർക്ക് എത്ര മാർക്കാണ്? 50 മാർക്കുണ്ട്. 2ാം സ്ഥാനക്കാർ 45 മാർക്ക്. പിന്നെ 3ാം സ്ഥാനം 40 മാർക്ക്. ദേശീയ പങ്കെടുത്തവർക്ക് 35 മാർക്ക്. നോട്ട് ചെയ്ത് വെക്കുക, പങ്കെടുത്താലും 35 മാർക്ക് വരെ കിട്ടും കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും നാഷണൽ ലെവൽ അത്ലറ്റിക്സിലൊക്കെ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് അംഗീകാരമുള്ള സ്പോർട്സ് ആയിരിക്കണം കേട്ടോ. പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക മത്സരത്തിൽ നമ്മളെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അണ്ടറിലുള്ള പരിപാടിയാണെങ്കിൽ 1ാം സ്ഥാനത്തിന് 20 മാർക്ക്. 2
പിന്നെ 17, 3, 14, 4, 10 മാർക്ക്, അങ്ങനെ 8ാം സ്ഥാനം വരെയുള്ള ആൾക്ക് 2 മാർക്ക്, അതായത് ആ പങ്കെടുത്ത പലർക്കും 8ാം സ്ഥാനം വരെയുള്ള കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മുടെ ഷെൽഫ് കിടക്കുന്ന കാര്യമായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, സ്പോർട്സിൻ്റെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റെഡി. ഇനി സോഷ്യൽ സ്കീം, സ്കൂൾ സോഷ്യൽ സ്കീം ആണെങ്കിൽ എ ഗ്രേഡ് ആണെങ്കിൽ 25 മാർക്ക്, ബി ഗ്രേഡ് ആണെങ്കിൽ 15 മാർക്ക്, സി ഗ്രേഡ് 10 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ ബേസിക് ആയ കാര്യം. ഇനി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കണം, ഇനിയും ഇതിലധികം സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തീരാത്തുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് അറിയാം, നിഹാൽ സാർ എന്ന് ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇനിയും തീരുന്നില്ല, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ വേറെ അധികം വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, ഈ വീഡിയോന് താഴെ തന്നെ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ തരുന്നതായിരിക്കും. ചിലപ്പോൾ റിപ്ലൈ നൽകാൻ ചില വീഡിയോ കണ്ട് റിപ്ലൈ നൽകാൻ വൈകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കാൻ വേണ്ടി എൻ്റെ ഓപ്ഷൻ നിങ്ങളോട് പറഞ്ഞു കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കുക, വേഗം നിങ്ങൾ അപ്രോച്ച് ചെയ്യുക നിങ്ങളുടെ സ്കൂൾ ടീച്ചറെയാണ്, സ്കൂൾ ത്രൂ ആണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ സ്കൂൾ ടീച്ചറുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ കൂടുതൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് കൃത്യമായി ക്ലിയർ ചെയ്തു തരും. പല ആളുകളും 16-ാം തീയതിയുടെ മുന്നേ, അതായത് 16-ാം തീയതിയുടെ മുന്നേ നിങ്ങൾ വിദ്യാഭ്യാസ ഡയറക്ടർ അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലൊക്കെ പോകേണ്ടി വരും. ഇതിൻ്റെ കോപ്പിയൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അതൊക്കെ കൃത്യമായി നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ അതത് ടീച്ചേഴ്സിനോട് ചോദിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്, നിങ്ങളുടെ മാർക്കൊക്കെ ഫുള്ള് കിട്ടട്ടെ, SLC റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്ക് A+ എത്താൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ആൻഡ് നമ്മൾ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ അഡ്മിഷൻ പരമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എത്തും. നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ +1 ചാനലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ എത്തുക. അപ്പോൾ നിങ്ങൾ SLC കഴിഞ്ഞു +1ലേക്ക് എത്തിയ കുട്ടികളാണ്, അപ്പോൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ പരിപാടികളൊക്കെ ഉഷാറായി ചെയ്യുക. എഡ്യൂപോർട്ട് ഓൾവേസ് വിത്ത് യു, ഒരു സംശയം വേണ്ട. താങ്ക് യു സോ മച്ച്. ബൈ.